കവരിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ, കവരിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ, നീ വന്നതെന്തിനോ നീ പോയതെന്തിനോ, നീ വന്നതെന്തിനോ നീ പോയതെന്തിനോ, നീ വന്നാലും പോയാലും ഉണ്ട 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 ഉണ്ട. രാവിലെ തന്നെ നീ കണ്ടിട്ടാ കിടന്ന് കാരണം മറ്റേന്നാ ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ വെച്ചാ അതിനുള്ള പ്രാക്ടീസ് ആണിത്. ഓ ഫസ്റ്റ് തന്നെ. സംശയം തതില് ഫസ്റ്റിൽ കുറഞ്ഞതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതല്ല, നീ കരണോ ഫസ്റ്റ് തന്നെ ഔട്ടാവോന്ന്. ഈ ഇട്ടാവട്ടത്ത് കിടക്കണ അച്ഛന് നമ്മളെ കുറിച്ച് എന്തിനറിയാ? ഒന്നും അറിഞ്ഞൂടെങ്കിലും നീക്ക് തോൽവികളാണെന്നുള്ള കാര്യം എനിക്കറിയാം. മറ്റന്നാളെ നമ്മളെ മ്യൂസിക് കോമ്പറ്റീഷൻ ഒന്ന് കഴിഞ്ഞോട്ട്, അതിനുശേഷം നമ്മൾ ഫുൾ ഓൺ എയറിലായിരിക്കും. കപ്പും കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ഒരു വരക്കൊന്ന് വരും. നമ്മാട്ടോ വെറിത്തനോ, വെറിത്തനോ അല്ല, അസൂയക്കും കഷണ്ടിക്കും കുശുമ്പില്ലച്ചാ, അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ലച്ചാ. പിന്നെ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്തൊരു പുറത്താണ് വെച്ചിരിക്കണം. നമ്മളിതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ലടാ, നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം. സ്വപ്നകാല സ്വപ്ന സുന്ദരി പച്ചക്കുട്ടി 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 പച്ചക്കുട്ടിയിലെ മരപ്പട്ടി സുന്ദരി പച്ചക്കുട്ടി പച്ചക്കുട്ടി. എന്നാലും ആ ലോൺ പാസ്സാവാഞ്ഞത് വല്ലാത്ത അടിയായിപ്പോയി. ഞാൻ എന്തിനൊക്കെ മനക്കോട്ട കെട്ടിയതാണ്, അവസാനം കോട്ടയെല്ലാം കൊട്ടയായി മാറി. ഇതൊക്കെ ആ പീതാംബര മെമ്പറിന്റെ കളിയല്ലേ സന്ദ്രി? അവനെന്തിനു നമ്മൾക്ക് ഇത്ര ചുരുക്ക്? എങ്ങനെ ചുരുക്ക് വരാതിരിക്കും? കഴിഞ്ഞ ഇലക്ഷന് ഈ ലളിതാംബിക കുടുംബശ്രീയിൽ അംഗങ്ങൾ മാത്രമാണ് അവനെതിരെ പ്രചാരണത്തിന് ഇറങ്ങിയത്. പ്രചരണത്തിന് അവന് എതിരായിട്ടാണ് ഞാൻ ഇറങ്ങിയതെങ്കിലും പക്ഷെ വോട്ടിട്ടത് അവനെ തന്നെ കേട്ടാ. വോട്ടിംഗ് മെഷീന്റെ പിഴവായിരുന്നു, അല്ലെങ്കിൽ അവനിട്ട് കുത്തോ. ശ്രദ്ധിക്കണം നീ. ഇനിയൊരു പീതാംബര മെമ്പർ ഈ വാപ്പുളുമുക്കിൽ വേണ്ട. ഇപ്രാവശ്യം അവനെ നമ്മൾ തൂക്കിയിരിക്കും. കൊല തൂക്കിനെ തൂക്കണം ചേച്ചി. നമ്മളെ ഇടയിലുള്ള ഒരാളെ തന്നെ ഈ ഇലക്ഷൻ അവനെതിരായിട്ട് നിർത്തുന്നു. മോസ്റ്റ് പവർഫുൾ, മോസ്റ്റ് ബ്രില്യന്റ്, മോസ്റ്റ് ഡൈനാമിക് പേഴ്സൺ. കൂടുതൽ പുളകം കൊള്ളണ്ട, നീയല്ല. ഓ പിന്നെ ചേച്ചി ആയിരിക്കും നിക്കണത്. എന്തിന് എല്ലാരും കൂടെ ഓടിട്ട് എന്നെ തോറ്റ് തുന്നു പഠിപ്പിക്കാനാ? കണ്ടുപിടിച്ചു. പിന്നെ ആര്? ശാന്ത. വിജയിക്കും ചേച്ചി, തൂഫാനാക്കും. പക്ഷെ നമ്മളല്ല, പീതാംബരൻ. പിന്നല്ലാണ്ട് ഒരു പൊത്തൻ തേങ്ങ അറിഞ്ഞോളത്ത് ആ വിടലെ ശാന്തയെ പിടിച്ച് നിർത്തിയ കെട്ടിവെച്ച പൈസ പോലും കിട്ടൂല ചേച്ചി. അത് നിനക്ക് ശാന്തനെ പറ്റി അറിഞ്ഞൂടാത്തോണ്ടാണ്. ഇവിടെ വേറെ ആർക്കൊണ്ടടി ശാന്തൻ എത്ര ഫാൻ ബേസ്? എനിക്കില്ലേ ചേച്ചി? ഉണ്ട്, അരിയുണ്ട്. പീതാംബരനെതിരെ നിൽക്കാൻ ഇവിടെ ശാന്തയേ ഉള്ളൂ. എന്നാലും ശാന്ത മെമ്പർ എന്നൊക്കെ പറയുമ്പോ അതിന് പേരിന് മാത്രമല്ലേ അവൾ മെമ്പർ. അവളെ മുൻനിർത്തിക്കൊണ്ട് ഇനി വാപ്പിളിമുക്ക് ഈ ജലജ ഭരിക്കും. അല്ല മാങ്ങ പഴുത്തിരിക്കണം, പറിക്കണോന്ന് പറഞ്ഞു. നല്ല കാന്റെ ബുദ്ധി തന്നെയാട്ടാ. വേറെ വല്ല നോക്കിക്കളയാം. മൂല എവിടെയാണ് എന്തോ. പുറകിൽ തപ്പി നോക്കച്ചാ. മൂല എവിടെ കിടക്കണ? ആ കിട്ടി. വള്ളികൾ വണ്ടി പിടിച്ചും വരാ, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഓ പിന്നെ വരാൻ പോവേല്. രഘു എന്തോ? ഈശ്വര, വള്ളികളെത്തി. എന്താണ് രണ്ടും കൂടി പെട്ടെന്നൊരു രംഗപ്രവേശനം? മുഖസ്തുതി ഒന്നും പറയുന്നില്ലാവേ. കാര്യം പറയാം, രഘുവാണ് നമ്മുടെ സ്ഥാനാർത്ഥി. ഏത് സ്ഥാനാർത്ഥി? എന്ത് സ്ഥാനാർത്ഥി? എവിടത്തെ സ്ഥാനാർത്ഥി? എന്റെ രഘു, ഈ വാർഡിലെ മെമ്പർ സ്ഥാനാർത്ഥിയായിട്ട് നിന്നെ നിർത്തുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ ചേച്ചി? ഞാനാ? അങ്ങനെ വാപ്പിളിമുക്ക് കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്ക്. പറ്റില്ലാന്ന് മാത്രം നീ പറഞ്ഞിടാവേ. എനിക്ക് പറ്റൂല.
രഘു, പീതാംബരം മെമ്പർ ഭരിച്ച് നാട് കുട്ടിച്ചോറാക്കി കാര്യം നിനക്കറിയല്ല. അവരാണ് വീണ്ടും നിൽക്കാൻ പോണ. അതിപ്പോ ഞാൻ ഇലക്ഷൻ എന്നാലേ കുട്ടിച്ചോറാവൂല. നീ ഒന്ന് നിന്ന് തന്നാതിയിടാവേ, ബാക്കി കാര്യങ്ങൾ ഞങ്ങളെ നോക്കിക്കോളാം. ഓ, ഇങ്ങനെ നിന്ന് തന്നാ മതിയാ? ഞാൻ ഇവിടെ മനസ്സമായിട്ട് പോണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലല്ലേ? മിസ്റ്റർ രഘു, ഈ ജനാധിപത്യ രാജ്യത്ത് താങ്കൾ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ചെയ്തു തീർക്കേണ്ട പല കടമകളുണ്ട്. അതിലൊന്നായി ഇതിനെ കണ്ട് നിന്നാ മതി. എങ്കിൽ നീ അങ്ങനെ കണ്ട് ഇലക്ഷൻ എന്നില്ലേ? എവരെ നിർത്തണേക്കാട്ടി ഒരു പടക്കശാല തുടങ്ങാനാണ് നല്ലത്. വാസ്തവം അതൊക്കെ തുടങ്ങണത് നിങ്ങളെ ഇഷ്ടം. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിൽക്കാൻ പറ്റൂല. ഓക്കെ, രഘുവിന്റെ തീരുമാനം അതാണെങ്കിൽ ഓക്കെ, ഡബിൾ ഓക്കെ. നാട്ടിൽ നല്ല സുന്ദരനും സുമുഖനും വിദ്യാഭ്യാസമുള്ള ഒരാളെ നമ്മൾ ചീണ്ടി നോക്കിയപ്പോൾ രഘു എന്ന വന്മരം മാത്രമേ നമ്മുടെ വീക്ഷണ കോണത്തിൽ വന്ന് വീണത്. അതാണ് ഇങ്ങോട്ട് തല പിടിച്ചു വന്നത്. ആ, ഇനിയിപ്പൊ ഇട്ടി നിക്കട്ടെ, ബോട്ട് ചെട്ടി മുങ്ങട്ടെ. വട ഇട്ടി. അതെ, നിങ്ങളൊന്ന് നിന്നാണ്. ഞാൻ നിൽക്കാം. എന്റെ അടുത്ത് ചോദിക്കാതെ എന്റെ പേര് നിർദ്ദേശിക്കാൻ നിങ്ങൾ താരി പറഞ്ഞു. അപ്പൊ നിനക്ക് നിൽക്കാൻ താല്പര്യമില്ലല്ലേ? ഇല്ല. ഇനി ഞാൻ നിൽക്കാൻ ചേച്ചി. ചുമ്മാ ഒന്ന് ശാന്തേ, നീ മനസ്സിരുത്തി ഒന്ന് ആലോചിച്ചു നോക്കിയാണ്. നീ ഇലക്ഷനിൽ നിൽക്കുന്നു, വിജയിക്കുന്നു, പൈസ കൈയിട്ട് വാരുന്നു. പിന്നെ നീ ആരാ? ആരാ ആരാ വാർഡ് മെമ്പർ അല്ലേ? വാർഡ് മെമ്പർ. നിങ്ങളൊന്ന് തിരിച്ചാലോചിച്ച് നോക്കിയാണ്. ഞാൻ ഇലക്ഷന് നിൽക്കുന്നു, 8 നിലയിൽ പൊട്ടുന്നു. ഞാൻ പിന്നെ എവിടെ നിന്ന് കൈയിട്ട് വാരി? നീ തോക്കണമെങ്കിൽ ഈ കുസുമം ചാവണം. അപ്പൊ എവളെ ആരെങ്കിലും തല്ലിക്കൊല്ലു എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. ശാന്തേ, നിനക്ക് എന്നെ വിശ്വാസം ഇല്ലേ? ഇല്ല. എടി, നീ ഒന്ന് നിന്ന് കൊടി. പൊട്ടിക്കണ കാര്യം ഞാൻ ഏറ്റ്. അല്ല, പെട്ടി തുറക്കുമ്പോ ജയിപ്പിക്കണ കാര്യം ഞാൻ ഏറ്റെന്ന്. എന്നാലും ഞാൻ എന്നാ ജയിക്കോ ചേച്ചി? അതിനെന്തൊരു സംശയം ശാന്തേ? ഇലക്ഷനല്ലേ, ചിലപ്പം വിജയിക്കും, ചിലപ്പം തോക്കും. ഇപ്പൊ അങ്ങനെയാ? പക്ഷെ തോക്കണ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശാന്തോ, നിനക്ക് വേറെ ആര് വോട്ടിട്ടില്ലെങ്കിലും ഈ കുസുവിന്റെ വോട്ട് നിനക്ക് തന്നെ. അതെനിക്കറിയാം കുസു, നീയെ കാണുള്ളൂ. പക്ഷെ എന്റെ പേര് വോട്ടർ ലിസ്റ്റിൽ ഇല്ല കേട്ടാ. தலைவர் நிரந்தரம். हुकुम, टाइगर्स का हुकुम. ഓ, അറുപ പാത്തവൻ, ഒപ്പ വിസില കേട്ടവൻ, ഓ അവന് വേറെന്നോ ആട്ടം കൂട വെപ്പവൻ. യവന്മാര് പേക്കൂത്ത് തരികയും കഴിഞ്ഞില്ലേ? എന്താ നീക്ക് ഭയങ്കര മ്യൂസിക്കല്ലേ? അപ്പം എന്നെ പറ്റി ഒരു പാട്ടുണ്ടാക്കിയാണ്. ഞാൻ ഒന്ന് കേക്കട്ടെ. ഇതിനായിരുന്നാ? ഇപ്പൊ സെറ്റാക്കി തരാം. സെറ്റാക്കിയോ? ആ, കാൽ കാശിന് വകയില്ല, ഒട്ടത്തരം കയ്യിലുണ്ട്, വായ്ത്താളം കുറവില്ല, അതാണ് ഓരകു 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 ഓരകു. അതിനുണ്ട് കൊള്ളാട. എടാ, ഇലക്ഷൻ പ്രചരണത്തിന് വോട്ട് പിടിക്കാൻ വേണ്ടി എന്നെ പറ്റി ഒരു പാട്ടുണ്ടാക്കാൻ പറഞ്ഞപ്പോ ഇലക്ഷൻ പ്രചരണത്തിനാ? അതെ, വാപ്പിളിമുക്കിലെ വാർഡ് മെമ്പർ സ്ഥാനാർത്ഥിയെ നിൽക്കാൻ പോകുന്നത് ഈ ഓരകുവാണ്. അപ്പൊ നിക്കണ കാര്യം ഉറപ്പിച്ചാ? ഉറപ്പിച്ച്. ഇനിയിപ്പോ ഓരകും ശാന്തമാമിയായിട്ടുള്ള പൊരിഞ്ഞ പോരാട്ടം കാണാല. ശാന്തേ, അപ്പൊ അച്ഛൻ അതറിഞ്ഞില്ലേ? ലളിതാംബിക കുടുംബശ്രീയിലെ ധീര വനിത ശാന്തമാമിയാണ് അച്ഛനെ പോലെ മറ്റൊരു സ്ഥാനാർത്ഥി. ഇതൊക്കെ എപ്പാ? അതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അച്ഛൻ അമ്മയുടെ ചോദ്യം. അച്ഛനെ പോലെ ശാന്തമാമിയും നമ്മളെ സമീപിച്ചിരുന്നു ഒരു പ്രചരണ സോങ്ങിന് വേണ്ടി. അപ്പോ അതിന്റെ തിരക്കിലാണ് നമ്മൾ. ഡിസ്റ്റർബ് ചെയ്തത് കേട്ടോ. തുടങ്ങാണ്. അതെ, ശാന്ത ഇലക്ഷന് നിൽക്കണ. അവളല്ലേ നമ്മളെ സ്ഥാനാർത്ഥി. ഞാനും നിക്കണ്ടേ? നിങ്ങളോ? ഓ, വാപ്പിളിമുക്കിലെ കരുത്തുറ്റ സ്ഥാനാർത്ഥി ഈ രഘു.
കരുത്തുറ്റ സ്ഥാനാർത്ഥി ഓ രഘു. കരുത്തി ചോർന്നു പോകാതെ നോക്കിക്കോളി. ശാന്തയെ മര്യാദയ്ക്ക് മാറ്റിക്കോ, ഇല്ലെങ്കിൽ ദയനീയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും. നിങ്ങൾക്കാ? എനിക്കല്ല, ശാന്തയ്ക്ക്. ലളിതാംബിക കുടുംബശ്രീ അംഗങ്ങൾ 2 കൽപ്പിച്ചാണ്. എങ്കിൽ ഞാൻ 3 കൽപ്പിച്ചാണ്. അതേത് 3? ജയം തോൽവി സമനില. രഘുവിന്റെ അധപതനം ആരംഭിച്ചു തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ച എന്റെ അധപതനം വീണ്ടും ആരംഭിച്ചെന്നാ. മനോഹരം. ആരുടെയെങ്കിലും കയ്യും കാലും പിടിച്ച ഇലക്ഷന് നിൽക്കല്ലേ. ഈ ഇലക്ഷൻ ശാന്തയ്ക്കുള്ളതാ. ആരുടെയെങ്കിലും കൈയും കാലും പിടിച്ചു വന്നവനല്ലടി ഈ രഘു. മെരിറ്റില് വന്നവനാ. ഉള്ള മാനോ കൂടെ പോണ്ടെങ്കിൽ ഇതിന് ഇപ്പോഴേ പിന്മാറിക്കോളി. രഘുവിന് ബാറ്റ് ചെയ്യാൻ പറ്റിയ ഗ്രൗണ്ട് അല്ല ഇത്. രഘു ബാറ്റിംഗും ചെയ്യും, 6 അടിക്കും. അതൊക്കെ കണ്ട് നീയൊക്കെ കൈയും അടിക്കും. ഇനി നാപ്പോറപ്പാതെ സിംഗപ്പാതെ മുടിയില്ല, ഈ പുറത്തേനെ ഞാൻ. Welcome to my party, we're just getting started. A life is a dream or a nightmare scarred.